Hi, welcome back. It's me Tanzira from Ritseju. Today I would like to discuss about return. What do you mean by return and what are the types of return, and also discuss about the residential status of an individual, which is coming under the fourth module of income tax GST. This is my 28th video regarding the KPSC classes. Then what do you mean by return? A return of income is a statement in the prescribed form and verified in the prescribed manner, setting forth the particulars of income, deductions, exemption, etc. relating to a particular previous year. ഏത് പ്രീവിയസ് ഇയറിലാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത്, അപ്പോൾ പ്രീവിയസ് ഇയർ എന്താണെന്ന് അറിയാം. പ്രീവിയസ് ഇയർ ഈസ് എ പീരിയഡ് ഓഫ് 12 months commencing from 1st April of every year and coming to an end on 31st March of the next year. During this period, the SSC may earned income. Then what do you mean by SSC here? SSC is a person by whom any tax or any other sum of money is payable under Income Tax Act is an SSC. അപ്പോൾ ഒരു SSC ഒരു പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകം, ആ ഇൻകത്തിനാണ് നമ്മൾ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകം നമ്മളൊരു പ്രിസ്ക്രൈബ് ഫോമാറ്റിൽ എഴുതി രേഖപ്പെടുത്തി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത്. സോ എ റിട്ടേൺ ഓഫ് ഇൻകം ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ആൻഡ് വെരിഫൈഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ, സെറ്റിംഗ് ഫോർത്ത് ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം. അതിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഏതൊക്കെ ഹെഡ്സിലൂടെയാണ് നമ്മൾ ഇൻകം ഏൺ ചെയ്തത്, ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് നമ്മൾ അവൈൽ ചെയ്തത്, ഏതൊക്കെ എക്സംപ്റ്റഡ് ഇൻകമാണ് ഉള്ളത് എന്നൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിട്ടേൺ എത്ര തരത്തിലുണ്ട് എന്നാണ്. മെയിൻലി റിട്ടേൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 types. ഫസ്റ്റ് വൺ, വോളണ്ടറി റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 subsection 1. That is, under section 139 subsection 1 of the Income Tax Act 1961, every person whose total income or the total income of any other person in respect of which he is assessable for the previous year exceeds the prescribed exemption limit is required to file on or before the due date a return of his income voluntarily in the prescribed form and verified in the prescribed manner. അതായത് ഏതെങ്കിലും ഒരു SSC ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ തൻ്റെ സ്വന്തം ഇൻകോ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഇൻകത്തിനോ അയാൾ ഓരോ പ്രീവിയസ് ഇയറിലും, അതായത് പാർലമെൻറ്റിൽ ബഡ്ജറ്റ് പാസ് ചെയ്യുമ്പം ഓരോ ഇയറിലും നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൻ്റെ എമൗണ്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് കൺസേൺ പ്രീവിയസ് ഇയറിലാണ് ഇൻകാണോ നമ്മൾ സെലക്ട് ചെയ്തത്, അപ്പോൾ ആ ഒരു ഇയറിൽ ഉള്ള മാക്സിമം എക്സംപ്റ്റഡ് ലിമിറ്റിനേക്കാളും കൂടുതലാണ് നമ്മൾ ഇൻകം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻകത്തിൻ്റെ പെർട്ടിക്കുലേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രത്യേക ഫോമാറ്റിൽ റൈറ്റ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് വോളണ്ടറിലി, അതായത് ഇൻഡിവിജ്വലിൻ്റെ കേസിലും HUFൻ്റെ കേസിൽ കമ്പനീൻ്റെ കേസിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഡ്യൂ ഡേറ്റ് ആണ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ കേസിലെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുമ്പേ തന്നെ സ്വമേധയാ നമ്മളുടെ ഇൻകത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസൊക്കെ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിട്ട് സെക്ഷൻ 139 subsection 1 പ്രകാരം വോളണ്ടറിലി സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേണിനെയാണ് വോളണ്ടറി റിട്ടേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിട്ടേൺ ആണ് റിട്ടേൺ ഓഫ് ലോസ് അണ്ടർ സെക്ഷൻ 139 subsection 3 എന്ന് പറഞ്ഞാൽ. സോ റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ നമ്മൾ ബിസിനസ് ഇൻകത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ക്യാപിറ്റൽ ഗെയിൻ, അതായത് നമ്മൾ മെയിനായിട്ട് 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലൂടെയാണ് ഇൻകം ഏൺ ചെയ്തത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഇഫ് എ പേഴ്സൺ ഹൂ ഹാസ് sustained losses from the business or profession or under capital gain claims to carry forward the loss for set off in the future, he should furnish a return of loss in the prescribed form within the time allowed under section 139 subsection 1. If the return of loss is not filed, the loss cannot be carried forward for set off in the future. This provision does not apply to unabsorbed depreciation carried forward and loss under the head income from house property. അപ്പോൾ എന്താണ് റിട്ടേൺ ഓഫ് ലോസ്? ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ ഒരു SSCക്ക് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസ് കമ്മിങ് ഇയേഴ്സിൻ്റെ പ്രോഫിറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരീഡ് ഫോർവേഡ്
ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ലോസ് സംഭവിച്ചത് ആ പ്രിസ്ക്രൈബ്ഡ് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ഈ റിട്ടേൺ ഓഫ് ലോസ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള അസസിൻ്റെ ലോസ് കമ്മിങ് ഇയേഴ്സിലേക്ക് ക്യാരിഡ് ഫോർവേഡ് ചെയ്യാൻ പറ്റൂല എന്നതാണ്, അതായത് ഫ്യൂച്ചറിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു റിട്ടേൺ ഓഫ് ലോസ് ഏതിന് ബാധകമല്ല? ദിസ് പ്രൊവിഷൻ ഡസ് നോട്ട് അപ്ലൈ ടു ദ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ക്യാരിഡ് ഫോർവേഡ്. അതായത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ തന്നെയുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഇതിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഡിപ്രീസിയേഷനാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പേയുള്ള അൺഅബ്സോർബ്ഡ് വർഷത്തിൻ്റെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഈ പ്രൊവിഷൻ ബാധകമല്ല. പിന്നെ അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനും ഈ റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഏത് രണ്ട് ഹെഡാണ്? ബിസിനസ് ഹെഡിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ ഉണ്ടാകുന്ന ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺ ആണ് റിട്ടേൺ ഓഫ് ലോസ് അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പറഞ്ഞത് ബിലേറ്റഡ് ഓർ ഡിലേഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 4. അപ്പോൾ എന്താണ് ബിലേറ്റഡ് ഓർ ഡിലേഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ? ഇഫ് എ പേഴ്സൺ ഹാസ് നോട്ട് ഫേർണിഷ്ഡ് ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം ഫോർ എനി പ്രീവിയസ് ഇയർ വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് ഓർ വിത്തിൻ ദ ടൈം അലൗഡ് ടു ഹിം under section 139 subsection 1 or within the time allowed by the notice issued under section 142 subsection 1, he can still furnish the same at any time within 1 year from the end of the relevant assessment year or before the completion of the assessment, whichever is earlier. The return so submitted is called belated or delayed return. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അസസി വോളണ്ടറി റിട്ടേൺ, അതായത് അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരം അയാൾ കൊടുത്ത ടൈം അലൗഡിൻ്റെ ഉള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ടൈം കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസ് അയച്ചിട്ട് നമ്മൾ കമ്പൽസറി റിട്ടേൺ ഫയൽ ചെയ്യണം അണ്ടർ സെക്ഷൻ 142 സബ്സെക്ഷൻ 1 പ്രകാരം, അതും അയാൾ ചെയ്തിട്ടില്ല എങ്കിൽ, എന്നിട്ടും അയാൾ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള അസസിക്ക് ഹി ക്യാൻ സ്റ്റിൽ ഫേർണിഷ് ദ സെയിം അറ്റ് എനി ടൈം, ഏതെങ്കിലും ഒരു ടൈമിൽ, എപ്പം വിതിൻ 1 ഇയർ ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ, ആ അസസ്മെൻറ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ഒരു വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഓർ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ അസസ്മെൻറ്റ്, എപ്പോഴാണോ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്, വിച്ച് എവർ ഈസ് ഏർലിയർ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത്, അപ്പം അവർക്ക് വൈകിട്ടുള്ള റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള റിട്ടേണെയാണ് ദ റിട്ടേൺ സോ സബ്മിറ്റഡ് ഇസ് കോൾഡ് ബിലേറ്റഡ് ഓർ delayed return. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. once again, if a person has not furnished his return of income for any previous year within the due date or within the time allowed under section 139 subsection 1 or within the time allowed by the notice issued under section 142 subsection 1. അപ്പോൾ 139 subsection 1 പ്രകാരം വോളണ്ടറി റിട്ടേൺ ആണ്, 142 subsection 1 പ്രകാരം കമ്പൽസറി റിട്ടേൺ ആണ്. അപ്പോൾ ഈ രണ്ട് റിട്ടേണും അയാൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ he can still furnish the same at any time within 1 year from the end of the relevant assessment year. അസസ്മെൻറ്റ് ഇയർ കംപ്ലീറ്റ് ആകുന്നതിന് തൊട്ട് മുമ്പേയുള്ള ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എപ്പോഴാണോ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത്, അപ്പം അയാൾക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേണിനെയാണ് ബിലേറ്റഡ് ഓർ ഡിലേഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ. ദ നെക്സ്റ്റ് റിട്ടേൺ ആണ് റിവൈസ്ഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 5. If a person, after filing a return of income either voluntarily under section 139 subsection 1 or in response to the notice under section 142 subsection 1, discovers that there has been any omission or wrong statement in the return, he may furnish a revised return at any time before the expiry of 1 year from the end of the relevant assessment year or before the completion of the assessment, whichever is earlier. Where belated return is filed under section 139 subsection 4, the assessee cannot file a revised return under section 139 subsection 5. അതായത് ഒരു SSC അല്ലെങ്കിൽ ഒരു പേഴ്സൺ വോളണ്ടറി റിട്ടേൺ സബ്മിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ കമ്പൽസറി റിട്ടേൺ ആയ 142 സബ്സെക്ഷൻ 1 പ്രകാരം റിട്ടേൺ സബ്മിറ്റ് ചെയ്ത്, അതിലേതെങ്കിലും ഒരു റിട്ടേണിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒമിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ്, ഒന്നെങ്കിൽ ഏതെങ്കിലും ഹെഡ് ഓഫ് ഇൻകം കംപ്ലീറ്റ് ഒമിറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഫർണിഷ് ചെയ്ത ഡീറ്റെയിൽസ്
കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അസസിക്ക് റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇൻകം ടാക്സ് അതോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ അറ്റ് എനി ടൈം ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ 1 year ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. ഏത് അസസ്മെൻറ്റ് ഇയർ ആണോ ആ അസസ്മെൻറ്റ് ഇയറിൽ എൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു വർഷം, അല്ലെങ്കിൽ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ അസസ്മെൻറ്റ്, എപ്പോഴാണോ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പം അവർക്ക് റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യം, ബിലേറ്റഡ് റിട്ടേൺ ഈസ് ഫയൽഡ് അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 4. അപ്പോൾ ആ അസസി ബിലേറ്റഡ് റിട്ടേൺ ആണ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ അസസി കനോട്ട് ഫയൽ എ റിവൈസ്ഡ് റിട്ടേൺ. അപ്പോൾ ഒരു ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്ത ഒരു അസസി ആണെങ്കിൽ അത്തരത്തിലുള്ള അസസിക്ക് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. എ റിവൈസ്ഡ് റിട്ടേൺ വിൽ ബി ഡെൽറ്റ് വിത്തിൻ ദ സെയിം മാനർ ആസ് ദ ഒറിജിനൽ റിട്ടേൺ ആസ് റിഗാർഡ്സ് അസസ്മെൻറ്റ്. അപ്പോൾ അസസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണോ നമ്മൾ ഒറിജിനൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും അതിൻ്റെ എല്ലാ ബെനിഫിറ്റും ഈ റിവൈസ്ഡ് റിട്ടേണും കിട്ടുന്നുണ്ട്. അതാണ് റിവൈസ്ഡ് റിട്ടേൺ. ദെൻ നെക്സ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് ലാസ്റ്റ് റിട്ടേൺ ഡിഫക്റ്റീവ് ഓർ ഇൻകംപ്ലീറ്റ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 9. അപ്പോൾ എന്താണ് ഡിഫക്റ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ എന്താണ് ഇൻകംപ്ലീറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ, എ റിട്ടേൺ ഓഫ് ഇൻകം ക്യാൻ ബി കൺസിഡേർഡ് ഡിഫക്റ്റീവ് ബൈ ദ അസസിംഗ് ഓഫീസർ ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസ്. താഴെ പറയുന്ന സർക്കംസ്റ്റൻസിൽ ഒരു റിട്ടേൺ ഡിഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണെന്ന് അസസിംഗ് ഓഫീസർ തീരുമാനിക്കും. അപ്പോൾ ആ സർക്കംസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the return of income is not accompanied by the statement showing the computation of tax payable on returned income. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ ടോട്ടൽ ഇൻകത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ദ ഓഡിറ്റ് റിപ്പോർട്ട് ഒബ്റ്റെയിൻ അണ്ടർ സെക്ഷൻ 44AB ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, അണ്ടർ സെക്ഷൻ 44AB പ്രകാരമുള്ള ഓഡിറ്റ് റിപ്പോർട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ദ പ്രൂഫ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDSൻ്റെ പ്രൂഫ് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സിൻ്റെ നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് പ്രകാരം അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് വെച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ ബൈ ദ അസസി, റെഗുലർ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അസസി ആണെങ്കിൽ അതിൻ്റെ പ്രൂഫ് വെച്ചിട്ടില്ല എങ്കിൽ, ഇത്തരത്തിലുള്ള കേസിലൊക്കെ ആ റിട്ടേൺ ഓഫ് ഇൻകം എന്താണ് ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്ന് പറയും. പിന്നെ അതുകൂടാണ്ട് ദ അനക്സ്വേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് കോളംസ് ഇൻ ദ റിട്ടേൺ ഓഫ് ഇൻകം റിലേറ്റിംഗ് ടു ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം or computation of gross total income and the total income are not duly filled. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന കോളംസ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന കോളംസ് റിട്ടേണിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള സർക്കംസ്റ്റൻസിലൊക്കെ ആ റിട്ടേൺ ഡിഫക്റ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഡിഫക്റ്റീവ് റിട്ടേൺ ഇൻകംപ്ലീറ്റ് റിട്ടേണിൻ്റെ കേസിൽ വെർ ദ അസസിംഗ് ഓഫീസർ കൺസിഡേഴ്സ് ദാറ്റ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽഡ് ബൈ ദ അസസി ഇസ് ഡിഫക്റ്റീവ്, ഹി മേ ഇൻറ്റിമേറ്റ് ദ ഡിഫക്റ്റ് ടു ദ അസസി ആൻഡ് ഗിവ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി ടു റെക്ടിഫൈ ദ ഡിഫക്റ്റ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ റെസീപ്റ്റ് ഓഫ് ഇൻറ്റിമേഷൻ ഓർ വിത്തിൻ സച്ച് എക്സ്റ്റെൻഡഡ് പീരീഡ് ആസ് അലൗഡ് ബൈ ദ അസസിംഗ് ഓഫീസർ. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡിഫക്റ്റീവ് ഓർ ഇൻകംപ്ലീറ്റ് റിട്ടേൺ ഏതെങ്കിലും ഒരു അസസി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റി ആ അത്തരത്തിലുള്ള അസസിനെ കോൾ ഫോർ ചെയ്തിട്ട് ഒരു വീണ്ടും ആ മിസ്റ്റേക്കൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടുള്ള റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറയും. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ഇൻറ്റിമേഷൻ ഓർ വിത്തിൻ സച്ച് എക്സ്റ്റെൻഡഡ് പീരീഡ് ആസ് അലൗഡ് ബൈ ദ അസസിംഗ് ഓഫീസർ. അതായത് ഇൻറ്റിമേഷൻ കിട്ടിയിട്ട് തൊട്ടടുത്ത 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർ തീരുമാനപ്രകാരം അയാൾ തീരുമാനിച്ച ടൈമിൻ്റെ ഉള്ളിൽ റെക്ടിഫൈ ചെയ്തിട്ടൊരു കറക്റ്റായ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇൻകം ടാക്സ് അതോറിറ്റി കൊടുക്കും. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഡിഫക്റ്റീവ് റിട്ടേണിനെ കുറിച്ച് പറയാനുള്ളത്. ഇഫ് ദ ഡിഫക്റ്റ് ഈസ് നോട്ട് റെക്ടിഫൈഡ് ബൈ ദ അസസി, അപ്പോൾ എന്നിട്ടും അസസി ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം പീരീഡ് ദ അസസിംഗ് ഓഫീസർ മേ ട്രീറ്റ് ദ റിട്ടേൺ ആസ് ഇൻവാലിഡ്. അപ്പോൾ അസസിംഗ് ഓഫീസർ ആ റിട്ടേൺ ഇൻവാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതാണ് ഡിഫക്റ്റീവ് ഓർ ഇൻകംപ്ലീറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് റിട്ടേൺ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഐ വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആസ് പെർ ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ, ദാറ്റ് ഈസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഡിഫറെൻറ്റ് അസസി. ഇവിടെ ഞാൻ ഇപ്പോൾ ഇൻഡിവിജ്വൽ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ പറയാം.
അപ്പോൾ SSC എന്ന് പറയാൻ നേരത്തെ പറഞ്ഞു ഈസ് എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേബിൾ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും ഡ്യൂസോ അല്ലെങ്കിൽ ടാക്സോ അടക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ, പിന്നെ ഇപ്പോൾ ഇന്ത്യൻ്റെ കേസാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടാക്സോ നികുതി കരങ്ങളോ അടക്കാൻ ബാക്കിയുള്ള അല്ലെങ്കിൽ അടക്കാൻ പിന്നെ റെസ്പോൺസിബിളായ ആൾക്കാരെയാണ് SSC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ SSC ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് സെക്ഷൻ 6 പ്രകാരം ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഫോർ എൻ ഇൻഡിവിജ്വൽ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് സോൾലി ബൈ ഹിസ് ഓർ ഹെർ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ പ്യൂർലി ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിസൈഡ് ചെയ്യുന്നത് അയാൾ എത്രമാത്രം ഫിസിക്കലി പ്രസൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എത്ര ദിവസം അയാൾ ഫിസിക്കലി പ്രസൻറ്റ് ഉണ്ട് എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. ഫോർ ദിസ് പേർപ്പസ് വി ഹാവ് 2 കണ്ടീഷൻസ് പ്രിസ്ക്രൈബ് ബൈ ദി ഇൻകം ടാക്സ് ആക്ട്, ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻസ് ആൻഡ് അഡീഷണൽ കണ്ടീഷൻസ്. സോ വാട്ട് ആർ ദോസ് ബേസിക് കണ്ടീഷൻസ് ആൻഡ് വാട്ട് ആർ ദോസ് additional condition? Then how will you determine the residential status of an individual by looking into the conditions? So first one, basic condition. First basic condition is that the SSC in India during the previous year for a period of 182 days or more, or the SSC is in India during the previous year for a period of 60 days or more, and has been in India for a period of 365 days or more during the 4 years preceding the previous year. അപ്പോൾ എന്താണ് ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SSC ഇന്ത്യയിൽ കൺസേൺ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ 182 അതിൽ കൂടുതലോ ദിവസം ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ആദ്യം എടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഓർ, അതുകൊണ്ടാണ് അവിടെ ഓറിന് ഞാൻ അവിടെ സ്ക്വയർ ചെയ്തത്. നമ്മൾ എടുക്കുന്ന കൺസേൺ പ്രീവിയസ് ഇയറിൽ ആ SSC മിനിമം 182 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഓർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ദ SSC ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 60 ഡേയ്സ് ഓർ മോർ. നമ്മൾ എടുക്കുന്ന കൺസേൺ പ്രീവിയസ് ഇയറിൽ ആ SSC മിനിമം 60 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും ആൻഡ് ആണ് അവിടെ മറ്റേ കണ്ടീഷനും കൂടി ഫുൾഫിൽ ചെയ്യണം. ആൻഡ് ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 365 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ 4 ഇയേഴ്സ് പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. അപ്പം നമ്മൾ ഏത് പ്രീവിയസ് ഇയർ ആണോ എടുക്കുന്നത് അതിന് തൊട്ടു മുമ്പേ ഉള്ള 4 പ്രീവിയസ് ഇയറിൽ മിനിമം ആ SSC ഇന്ത്യയിൽ 365 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നോക്കണം. ആ കൺസേൺ പ്രീവിയസ് ഇയറിൽ മിനിമം 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുകയും അതുകൂടാതെ ആ കൺസേൺ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ടു മുമ്പേയുള്ള 4 പ്രീവിയസ് ഇയറിൽ മിനിമം 365 ദിവസമെങ്കിലും ഇന്ത്യയിൽ ആ SSC ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ആ കൺസേൺ പ്രീവിയസ് ഇയറിൽ മിനിമമാണ് പറയുന്നത്, മാക്സിമം അതിൽ കൂടുതലാവാം, 182 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവണം. ഓർ അതല്ലെങ്കിൽ രണ്ടാമത്തതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ രണ്ടും നോക്കണം. ആ കൺസേൺ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായിരിക്കുകയും വേണം. അതുമാത്രമല്ല ആ കൺസേൺ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പേയുള്ള 4 പ്രീവിയസ് ഇയറിൽ മിനിമം 365 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ബേസിക് കണ്ടീഷൻ. ഇനി അഡീഷണൽ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കമ്മിങ് ടു ദ അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ the SSC has been resident in India at least 2 out of 10 years preceding the previous year, and the SSC has been in India for a period of 730 days or more during 7 years preceding the previous year. അപ്പോൾ അഡീഷണൽ കണ്ടീഷനിൽ പറയുന്ന ഒന്നാമത്തത് ആ SSC ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് 2 out of 10 years, അതായത് നമ്മൾ എടുക്കുന്ന പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള 10 പ്രീവിയസ് ഇയറിൽ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും ആ SSC ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും ആൻഡ് ആണ് അതുകൂടാണ്ട് അതും the SSC has been in India for a period of 730 days or more during the 7 years preceding the previous year. നമ്മളെടുത്ത പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പേയുള്ള 7 ഇയേഴ്സിൽ മിനിമം
730 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം. ഇതാണ് അഡീഷണൽ കണ്ടീഷൻ. ഒന്നും കൂടി പറയാം. നമ്മൾ എടുക്കുന്ന കൺസേൺ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പേയുള്ള 10 പ്രീവിയസ് ഇയറിൽ മിനിമം 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും നമ്മളെടുക്കുന്ന പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പേയുള്ള 7 പ്രീവിയസ് ഇയറിൽ 730 അതിൽ കൂടുതലോ ദിവസം ഇന്ത്യയിൽ ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കുകയും വേണം. അതാണ് അഡീഷണൽ കണ്ടീഷൻ. അപ്പോൾ ഈ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു അസസി റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു അസസി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു അസസി നോൺ റെസിഡൻ്റ് ആണെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ an assessee satisfying any one of the basic conditions and both the additional conditions is called resident and ordinarily resident in India for the previous year. അപ്പോൾ നമ്മൾ എടുക്കുന്ന അസസി ആ അഡീഷണൽ ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നും എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ദെൻ 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അയാൾ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവുക. എപ്പോഴാണ് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു അസസി റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവുക. അപ്പോൾ എന്താണ് ബേസിക് കണ്ടീഷൻ എന്ന് ഓർക്കണം, ദെൻ എന്താണ് അഡീഷണൽ കണ്ടീഷൻ എന്ന് ഓർക്കണം. ഇനി എപ്പോഴാണ് ഒരു അസസി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുക? എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും ദെൻ അതുപോലെ തന്നെ ഡസ് നോട്ട് ഫുൾഫിൽ ബോത്ത് അഡീഷണൽ കണ്ടീഷനും ആണെങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ കണ്ടീഷൻ ഒന്നും തന്നെ ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇനി എപ്പോഴാണ് അയാൾ നോൺ റെസിഡൻ്റ് ആവുന്നത്? an assessee satisfying none of the ബേസിക് കണ്ടീഷൻ, 2 ബേസിക് കണ്ടീഷനും അയാൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു അസസി ആണെങ്കിൽ നമ്മൾ അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്ക് അവിടെ ആൻസർ കിട്ടും, ഹി വിൽ ബി അല്ലെങ്കിൽ ഹി ഈസ് കൺസിഡർഡ് ആസ് എ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റും, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും, അയാൾ ഒരു ബേസിക് കണ്ടീഷനും ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ നോൺ റെസിഡൻറ്റും ആണ്. ഇങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.